ഹലോ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പൊരിച്ച കോഴി ബിരിയാണിയാണ് കേട്ടോ. അതൊരു സാദാ ബിരിയാണിയുടെ ടേസ്റ്റുള്ള അത് അടിപൊളി കിഡിലൻ പൊരിച്ച കോഴി ബിരിയാണി തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഹോൾ ഗരം മസാലസ് എല്ലാം ആഡ് ചെയ്ത് ഒരു 2-3 പച്ചമുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന നേരത്ത് നമ്മൾ അതിലോട്ട് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഒരു സവാള കൂടെ ഒന്ന് ആഡ് ചെയ്ത് അതിന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിന് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതൊക്കെ മാറി വരുന്ന നേരത്ത് നമ്മളിതിലോട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വെന്ത് വരുന്ന നേരത്ത് ഇതിലോട്ട് നമ്മളൊരു 3-4 സവാള ചെറുതായി എരിഞ്ഞ് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഇതുപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പൊരിച്ച സവാളയും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും എല്ലാം 1-2 മിനിറ്റ് ചൂടായി വരുന്ന നേരത്ത് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുതിന ഒരു പിടി, അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും നമ്മൾ ഒരു പിടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഈ ഇലകളെല്ലാം ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴാണ് നമ്മളിനി നമ്മുടെ പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഓൾറെഡി മസാലയൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ പൊരിച്ചെടുത്ത ചിക്കനാണ്. അതും കൂടെ നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് ഈ ചിക്കനും മസാലയും എല്ലാം അതിലൊന്ന് പിടിച്ച് വരുന്ന നേരത്ത് നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 1 കപ്പ് തിളച്ച വെള്ളം കൂടി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് വെള്ളം ചിക്കനും മസാലയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാല എല്ലാം ഒന്ന് സെറ്റായി വരുന്ന നേരത്ത് നമ്മളിതിലോട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ച് നമ്മൾ ലെയറായിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബസുമതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ അതിന് മുകളിൽ റൈസ്, അതുപോലെ തന്നെ വീണ്ടും ചിക്കൻ, അങ്ങനെ ലെയറായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലോട്ട് കുറച്ച് കാഷ്നട്ടും മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടെങ്കിൽ അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കളറിന് വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് ദമ്മിട്ട് വെക്കാൻ പോവുകയാണത്. ഇതൊന്ന് അടച്ച് വെച്ച് നന്നായി അടച്ചിട്ട് ഒരു 15 മിനിറ്റ് ദമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടില്ല ബിരിയാണി റെഡിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഒന്ന് നോക്കണേ.